ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ തണ്ണീർമുക്കം മണ്ണിലേക്കാണ്. KTTCയുടെ അവിടെ ഗേറ്റ് വേ ഉണ്ട്, അവിടെ ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടിക്കായിട്ടാണ് ഇന്നത്തെ യാത്ര പോകണം കേട്ടോ. പോകുന്ന വഴി കുറവലങ്ങാട് എത്തിയപ്പോഴത്തേക്കും സമയം 2 മണിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇടനേരം എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി ഫുഡ് കഴിച്ചു. ഫുഡെന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര ഫുഡാണ് കേട്ടോ അവിടുത്തെ. നല്ല അടിപൊളി പ്രോൺസൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഒപ്പം പ്രോൺസ് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചോറ് മുടിച്ച് ഊണ് കഴിക്കൽ തുടങ്ങിയായിരുന്നു. കാരണം 2 മണി കഴിഞ്ഞാൽ നമുക്ക് വിഷമിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രോൺസ് വന്നപ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. കാരണം പിന്നെ ഇച്ചിരി ചോറയ്ക്ക് മേടിച്ച് ഉണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പുറത്തിറങ്ങി നേരെ പോയിട്ടോ. ഇതാണ് ഹോട്ടൽ ഇടനേരം, കുറവിലങ്ങാടുള്ള ഹോട്ടലാണ്. രുചിയുടെ ഇടത്താവളം എന്നാണ് പറഞ്ഞത്. അടിപൊളി ഹോട്ടൽ. ഹലോ ഗൈസ്, ഞങ്ങള് തണ്ണീർമുക്കം മണ്ടി പോവാണ് ഗൈസ്. തണ്ണില് പോവാ. നമ്മള് സ്വിമ്മിംഗ് പൂള് പോവാ. ബണ്ട് പോവാ. സ്വിമ്മിംഗ് പൂള് കാണാനല്ലേ, അതാണ് ഞാൻ കുളിക്കുന്നത്. ഞങ്ങള് കാതിത പോവാത്ത. ബൈ, സീ യു. ഇത് നമ്മുടെ കുറവലങ്ങാടുന്ന് തണ്ണീർമുക്കം മണ്ണ് റൂട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു നല്ലൊരു വയലും പ്രദേശമാണ് കേട്ടോ. നന്നായിട്ട് ഒരു റൈറ്റ് സൈഡിൽ നന്നായിട്ട് വെള്ളം കെട്ടിക്കിടന്ന് കായലടക്കണം പോലെ അടക്കണം ഒരു വയൽ പ്രദേശം. നല്ല അടിപൊളി വ്യൂ ആണ്. അന്നത് കായലൊന്നും അല്ല, പക്ഷെ കണ്ടാൽ തോന്നും കായലാണെന്ന് തോന്നും. അപ്പുറത്തേക്ക് നല്ല അതുപോലെ വെള്ളം കെട്ടി കിടക്കണം. ചുമ്മാ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടില്ലർ ഉണ്ടല്ലോ, അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അതാണ് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു ഒഴുവാനൊക്കെ. അതുകൊണ്ട് നമ്മളതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഇപ്പുറ സൈഡിൽ നമുക്ക് നല്ല അടിപൊളി വയലുണ്ട്. അത് അടിപൊളിയായിട്ട് കാണിച്ചുതരാം. വണ്ടികളൊക്കെ മന്നായിരുന്നു ഒരു രക്ഷയില്ല, ബ്ലോക്കും കാര്യങ്ങളും. നമ്മൾ ഇപ്പുറത്തേക്ക് കിടക്കട്ടെ. ഇതുണ്ട, ഇതാണ് ഇപ്പുറ ഭാഗത്തുള്ള വയലെന്ന് പറഞ്ഞു. ആ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ട്രാക്ടറൊക്കെ ഇറക്കി ഒഴുവാനായിട്ട് നല്ല വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ വേണ്ട വഴിക്കടെയാണ് ട്രാക്ടറൊക്കെ ഇറക്കി ഒഴുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതാണ് നല്ല അടിപൊളി വയലെല്ലാം അങ്ങോട്ട് നീണ്ട് നിവർന്ന് കിടക്കുവാണ്. പിന്നെ ആരൊക്കെയാണ്ട് നട്ട് വച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞു. ഇനി തന്നെ കിളച്ചതാണോ ഒന്നും അറിയില്ല. എന്തായാലും നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പം മറക്കണ്ട, നമ്മുടെ കുറവലങ്ങാടെന്ന് തണ്ണീർമുക്കം പോണ റൂട്ടിലുള്ള വയലും പ്രദേശമാണിത്. എന്തായാലും എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ഇതിലേക്കും പോകണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. നല്ല കിടു വൈബ് ഇടുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും പൊളിച്ചടക്കി കണ്ടോ. ഇതാണ് ആ റൂട്ടെന്ന് പറഞ്ഞത്. ഏകദേശം കുറവിലങ്ങാടെന്ന് ഒരു 5-6 കിലോമീറ്ററൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് കാണാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ വയലുകൾ അങ്ങോട്ട് വരണ്ട്. പക്ഷേ ഇതുപോലെ ഭംഗിയുള്ള ഒരു വയൽ വേറൊരു ഭാഗത്ത് നമ്മൾ കണ്ടില്ല പോകുന്ന റൂട്ട്. നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പോകുന്ന വഴി ഇഷ്ടംപോലെ ഇതുപോലെ വയലുകളെയും കാണാം. പക്ഷേ അതൊക്കെ ഒരു ഇതുപോലെ പച്ചപ്പുള്ള ഒരു വയൽ നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ തണ്ണീർമുക്കം എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര ചെയ്ത് തണ്ണീർമുക്കം ബണ്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇനിയും നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് നേരെ KTTCയുടെ ഗേറ്റ് വേയിലേക്കാണ്. അപ്പോൾ നമ്മൾ KTTCയിൽ റൂമൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പോയി കാണുക, പിന്നെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക, അറിയുക, പോരുക. ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുക. എന്തായാലും നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് തണ്ണീർമുക്കം ബണ്ടിലുള്ളത്. എന്തായാലും എല്ലാവർക്കും പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്രദേശമാണ് തണ്ണീർമുക്കം ബണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ബണ്ട് കയറി പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെയാണ് KTTCയുടെ ഗേറ്റ് വേ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മളിനിയിപ്പോൾ അവിടെ ചെന്ന് നമ്മൾ അവിടെ ഒരു ദിവസം നിൽക്കുന്നതിനുള്ള റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമുക്ക് അവിടെ കയറി
റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയും കുടിച്ചിട്ട് പോരാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി ക്രോസ് കാരണം അപ്പോൾ വണ്ടികളൊന്ന് ബ്ലോക്ക് വന്നാറുണ്ട്. നമ്മൾ ബ്ലോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് കയറാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് KTTCയുടെ ഇത് വരുന്നത്. അപ്പോൾ KTTCയുടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ തണ്ണീർമുക്കം ബണ്ടും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയോടുകൂടി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ KTTCയുടെ ഇതിലേക്ക് നമ്മൾ കയറുകയാണ്. ഇവിടെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ഫോക്കസും കാര്യങ്ങളും നല്ല കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു ട്രിപ്പായി നമുക്കിത്. എന്തായാലും KTTCയിൽ കയറിയിട്ട് നമ്മൾ എന്തായാലും ഒരു മാസത്തിനുള്ളൊരു മാക്സിമം 5 റൂം റെൻറ്റിനെടുത്ത് കൊച്ചിൻ്റെയും സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 11 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 11 വരെ. നേരത്തെ 12 to 12 ആയിരുന്നു, ഇപ്പോൾ 11 to 11 അങ്ങനെ ആക്കി കേട്ടോ. ഇപ്പോൾ എന്തായാലും ഒരു ഫാമിലി 5000 ഉള്ള ഒറ്റ ദിവസത്തെ റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങും ഓഫ് സീസണും ഓൺ സീസണൊക്കെ ആയിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ഗേറ്റ് വേ. KTTC ഗേറ്റ് വേയിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഫസ്റ്റ് ടൈം തന്നെ അതിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. അതാണ് കാണാനുള്ള റെസ്റ്റോറൻറ്റ്. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് പോരാം. ഓക്കെ. ഇതാ പഴംപൊരി തരുന്ന ന്യൂ സ്റ്റൈൽ. നല്ല ചൂട് പഴംപൊരി. നമ്മുടെ ഇതാ ഐസ്ക്രീം KTTC കുമരൻ ഗേറ്റ് എന്നുള്ള പഴംപൊരിയാണ്. അടിപൊളി പഴംപൊരിയാണ്. ഒരു ലക്ഷമില്ല. സൂപ്പർ. അതാണ് KTTC. ഇതിൻ്റെ പേരാണ് KTTC. നീ ചോക്ലേറ്റ് കഴിയും. അല്ല, നീ ഐസ്ക്രീം കഴിയും. ഐസ്ക്രീം കഴിച്ചിട്ട് യമ്മിയാണെന്ന് പറ. ഗ്ലാസ് താഴെ വീഴും മക്കളെ. പറഞ്ഞ യമ്മിയാണെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്? യമ്മിയാണോ? അങ്ങനെ അപ്പനും മോനും മോളും തിന്നോണ്ടിരിക്കുകയാണ്. യമ്മിയാണെന്ന് അവർ. അങ്ങനെ തണ്ണീർമുക്കം ബണ്ടയ്ക്കും കണ്ട് നമ്മൾ KTTCയുടെ റിസോർട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇവിടെ കുറേ ബുക്കൊക്കെ വായിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. ഇതിൻ്റെ അപ്പുറം താമസവും കാര്യങ്ങളൊക്കെ ഉള്ളത്. Onion pakora with sauce is ready. ചൂട് ചായ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ KTTCയുടെ കുമരൻ ഗേറ്റ്. നമ്മൾ ചായ കുടിയും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ്